അസ്സലാമലൈക്കും. നമ്മളെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു പ്രിയപ്പെട്ട ഒരാൾ അല്ലേ? പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ പറയുന്ന സംഭവം. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായാൽ ഒരു റിലേഷൻ ആണെങ്കിലും ഒന്നാണെങ്കിലും മുന്നോട്ട് പോകില്ല. എന്താ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ടൈം തന്നിരുന്ന ആൾ, നമുക്കായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ആൾ പെട്ടെന്ന് നമുക്ക് ടൈം തരാതെ നമ്മളെ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കത് നല്ല ഫീലിംഗ് ആണ്. ആദ്യം നമ്മളെല്ലാ കാര്യത്തിനും വിളിക്കാനാണെന്നുണ്ടെങ്കിലും മെസ്സേജ് അയക്കാനാണെന്നുണ്ടെങ്കിലും ടൈം കണ്ടെത്തിയിരുന്ന ഒരാൾ പെട്ടെന്ന് ടൈം ഇല്ലാതാകുകയാണ്. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ റീസൺ പറയാ, തിരക്കിലായി പോയി, ഞാനൊന്ന് ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും ഉണ്ട്, സീനാണ്, അങ്ങനത്തെ റീസൺ പറഞ്ഞ ആൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ആൾക്ക് തടസ്സമായി പോകരുത്. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളെ ഡിസ്റ്റർബൻസ് ആയിട്ട് പോകരുത്. നമ്മൾ ഒഴിഞ്ഞു മാറി കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മളെ വായിൽ നിന്ന് അവർക്ക് കേൾക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്, ഇങ്ങനെ തിരക്കിലാണ്, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പരിപാടിയാണത്. അതിന് നമ്മൾ നിന്ന് കൊടുക്കരുത്. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കാം. ചിലവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയൂല, പക്ഷെ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിന് ഫീൽ ചെയ്യേണ്ടി വരും. അപ്പം അതിലാണ് നല്ലത്. അത് മുന്നോടിയായിട്ട് നമ്മൾ തന്നെ മെല്ലെ പതിയെ പോവുള്ളൂ. പെട്ടെന്ന് ആർക്കും വേറെ റിലേഷൻ ആണെങ്കിലും എന്താണെങ്കിലും അത് ഒറ്റയടിക്ക് ഒഴിവാക്കാൻ കഴിയൂല. അപ്പം എല്ലാവരും പതുക്കെ നോക്കുക. അത് എല്ലാ അഫെയറിലും ഉണ്ട് എന്നല്ല കേട്ടോ പറയുന്നത്, ഒരു 50% എല്ലാ അഫെയറിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് ആൾക്ക് ഓവർ ഫ്രീഡം കാര്യമൊന്നും കൊടുക്കാതെ നമ്മളും പതുക്കെ ആ റിലേഷനിൽ നിന്ന് ഇറങ്ങിയാൽ മതി. മറ്റേത് പിന്നെ നമ്മൾ അതിനനുസരിച്ച് ദുഃഖിക്കേണ്ടി വരും. ഓക്കെ.